നമസ്കാരം. ശശി തരൂർ ലോക നേതാവാണ്, ലോക പുരുഷനാണ് എന്നൊക്കെ നമുക്ക് പറയാം. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ എം പി ആണ്. മൂന്നാം തവണയും അദ്ദേഹത്തെ വീണ്ടും വിജയിപ്പിച്ചിരിക്കുകയാണ് ആളുകൾ. അങ്ങനെ ഒരു വലിയ വിജയത്തിൻ്റെ ചരിത്രമാണ് തിരുവനന്തപുരത്തുകാർക്ക് ശശി തരൂരിനെ കുറിച്ച് പറയാനുള്ളത്. ഇടയ്ക്കൊക്കെ കോവളത്തൊക്കെ പോയി കൂവലൊക്കെ കിട്ടിയെങ്കിൽ പോലും അദ്ദേഹം വളരെ മനോഹരമായി ലാൻഡ് ചെയ്തു. രാജീവ് ചന്ദ്രശേഖറുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി ഒടുവിൽ വിജയശ്രീ ലാളിതനായി ലോക്സഭയിലേക്ക് വണ്ടി കയറിയ മഹാനാണ് ശ്രീ ശശി തരൂർ എന്ന് പറയുന്ന ആൾ. ഇപ്പം അദ്ദേഹം കഴിഞ്ഞ ദിവസം നമുക്കറിയാം, തിരുവനന്തപുരം നഗരം എന്നല്ല കേരളക്കാർ മുഴുവൻ ഒറ്റ മനസ്സോടുകൂടി വലിയൊരു പ്രാർത്ഥനയോടുകൂടി കഴിഞ്ഞ ഒരു 46 മണിക്കൂർ നമ്മൾ കാത്തിരുന്നു. അത് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല, ജോയി എന്ന ഒരു കരാർ തൊഴിലാളിയെ, ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂബ ടീം അടക്കമുള്ള അല്ലെങ്കിൽ ദുരന്ത നിവാരണ സേന അടക്കമുള്ളവർ നടത്തിയ അശ്രാന്ത പരിശ്രമം ഉണ്ടായിരുന്നു ഈ 46 മണിക്കൂർ നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സംസ്ഥാനം ഒട്ടുക്ക് പ്രാർത്ഥനയിലാണ്. ഇപ്പോൾ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഒരു കോഴിക്കോടുള്ള ഒരു ചെറുപ്പക്കാരൻ അർജുൻ ഇപ്പോൾ മാംഗ്ലൂരുവിൽ, അതായത് കർണാടകത്തിൽ ഒരു റോഡിൽ മണ്ണിനടിയിൽ മൂടപ്പെട്ട നിലയിലാണ്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം പുരോഗമിച്ചു വരികയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ശശി തരൂരിൻ്റെ ഒരു പ്രസ്താവന. സത്യത്തിൽ ആ പ്രസ്താവന കേട്ടിട്ട് ഒരു മലയാളി എന്നുള്ള നിലയിൽ എനിക്ക് ചിരിയാണ് വന്നത്. നിങ്ങൾക്കും ആ ഒരു ചിരി ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടായി കാണും എന്ന് തന്നെയാണ് തോന്നുന്നത്. ശശി തരൂർ എന്നോട് ചോദിച്ചത് ഇതാണ്: ജോയി അവിടെ പെട്ടുപോയപ്പോൾ, ആ ആമിഴഞ്ചാം തോടിനുള്ളിൽ ഒഴുക്കിൽപ്പെട്ടു പോയപ്പോൾ ശശി തരൂർ ഒരു എം പി എന്നുള്ള നിലയിൽ താങ്കളെ അവിടെ കണ്ടില്ലല്ലോ എന്നൊരു ചോദ്യം അവിടെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി. അതിന് അദ്ദേഹം പറയുന്ന മറുപടി ഇതാണ്: ഞാനൊരു എം പി ആണ്, ഞാൻ എന്തിന് അവിടെ വരണം, ഞാൻ പക്ഷേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, അത്രമാത്രം മതി, അതാണ് എൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, ഒരു ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലോ അല്ലെങ്കിൽ ട്വിറ്ററിലോ അതുമല്ലെങ്കിൽ എക്സിലോ ഒക്കെ ഇത്തരത്തിൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ മതിയോ, പരിതപിച്ചാൽ മതിയോ? 2 തവണ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇദ്ദേഹം അവിടുന്ന് ആമേഴഞ്ചാം തോട്ടിലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുന്ന സാഹചര്യത്തിലും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ജീവനറ്റ മൃതദേഹം ലഭിച്ച സാഹചര്യത്തിലും ഈ 2 തവണയും രണ്ടാമത് ആദരാഞ്ജലി ആവാനാണ് സാധ്യത. അദ്ദേഹത്തിൻ്റെ ആ ജീവിതം കൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു സമരം തന്നെ ആയിരുന്നു ശരിക്കും ഈ 48 മണിക്കൂർ അല്ലെങ്കിൽ 46 മണിക്കൂർ നേരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ശ്രമത്തെ ശ്ലാഘിച്ചുകൊണ്ടും അല്ലെങ്കിൽ സ്കൂബ ഡൈവിംഗ് ടീം അല്ലെങ്കിൽ ഈ പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ സേന ഇവരൊക്കെ നടത്തിയ പ്രവർത്തനങ്ങളെ അനുമോദിച്ചുകൊണ്ടും ഒക്കെ ആയിരിക്കാം ഈ 2ാമത്തെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാകുക. ഒരു എം പിയെ സംബന്ധിച്ചിടത്തോളം ഒരു എം പിയുടെ കർത്തവ്യം ഈ പറയുന്ന ഒരു 2 ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒതുങ്ങുന്നതാണോ എന്ന് തിരുവനന്തപുരത്തുകാർ ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ഒരു സാഹചര്യമായി എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ തവണയും ഇവിടുന്ന് ലോക്സഭയിലേക്ക് പോയ ശശി തരൂരിനെ പിന്നീട് അവിടെയുള്ളവരാരും കണ്ടിട്ടില്ല. അതേസമയം ഈ എം പി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ മലബാർ പര്യടനം നടത്താൻ അദ്ദേഹം വളരെയധികം തയ്യാറായി എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് കഴിഞ്ഞ MT വാസുദേവൻ നായരെ കാണുന്നു, അതുപോലൊപ്പം തന്നെ അവിടുത്തെ പ്രതിനിധികളെ എല്ലാം കാണുന്നു. അതിനെ തുടർന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടന്ന ഒരു വലിയ വിവാദങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഊതിപ്പെരിപ്പിച്ച ബലൂൺ എന്നുവരെ VD സതീശൻ ഇദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി, ശശി തരൂരിനെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള പല സാഹചര്യങ്ങളും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കി വെക്കാൻ ശശി തരൂരിനെ കൊണ്ട് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു. പക്ഷെ തിരുവനന്തപുരത്തുകാർക്ക് എന്ത് നേട്ടമുണ്ടായി എന്ന് സാധാരണക്കാരോട് ചോദിച്ചാൽ അവർ കൈ മലർത്തി കാണിക്കുകയുള്ളൂ. ഞങ്ങൾക്കറിയില്ല ശശി തരൂർ എന്ത് ചെയ്തിട്ടാണ് എന്നുള്ളത്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒരു എം പി, അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യം, ഈ റെയിൽവേയുടെ ഏകദേശം 117 മീറ്റർ റെയിൽവേ പ്ലാറ്റ്ഫോമിനടിയിലൂടെ, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിനടിയിലൂടെയാണ് ആ ആമീഴഞ്ചാം തോട് ഒരു വലിയ ടണൽ പോലെ കടന്നു പോകുന്നു. അതിനടിയിൽ നിറയെ മാലിന്യങ്ങളാണ് എന്ന് സ്കൂബ ഡൈവിംഗ് ടീം ഇറങ്ങി സിമെന്റ് കട്ടി പിടിച്ചിരിക്കുന്ന പോലെ മാലിന്യങ്ങൾ കട്ടയായി ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. 2018 ഏകദേശം 6 വർഷത്തിന് മുൻപാണ് നോട്ടീസ് നൽകിയിരുന്നത്. ഇങ്ങനെ അവിടെ മാലിന്യം അടിഞ്ഞു കൂടിയിട്ടുണ്ട്, ആമീഴഞ്ചാം തോടിൻ്റെ സുഗമമായ ഒരു ഒഴുക്കിന് അത് തടസ്സമാണ്, അതുകൊണ്ട് എത്രയും വേഗം നീക്കണമെന്ന് കരുതി റെയിൽവേക്ക് ഇതൊക്കെ കൊടുത്തിരുന്നു, ഒരു നോട്ടീസൊക്കെ കൊടുത്തിരുന്നെങ്കിലും റെയിൽവേ അതിനെ നിഷ്കരണം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ അവിടെ ആമേഴഞ്ചാം തോടിൽ ആ ടണലിലൂടെ കടന്നു വന്ന ഈ സ്കൂബ ഡൈവിംഗ് ടീം പറയുന്നത് വളരെ മോശപ്പെട്ട ഗന്ധമാണ് അവിടെയുള്ളത്. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളുടെ ഗന്ധം അവിടെയുണ്ട്, തുണികളുണ്ട്, സാനിറ്ററി നാപ്കിൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെയുള്ള റെയിൽവേയുടെ എല്ലാവിധ വേസ്റ്റുകളും വന്ന് അടിയുന്ന ഒരു ഭാഗമാണ് ഈ പ്ലാറ്റ്ഫോമിന് അടിയിലൂടെ കടന്നു പോകുന്ന ഈ ടണൽ, മാൻഹോൾ.
ഒരാൾക്ക് മാത്രം പോകാൻ പറ്റുന്ന അവിടെ വളരെ ഇതെല്ലാം കൂടെ അടിഞ്ഞ് കട്ടി പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. റെയിൽവേ നീക്കം ചെയ്തില്ല. ഒരു എം പി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ശശി തരൂർ അവിടെ കാര്യക്ഷമമായി ഇടപെടേണ്ടത് ആവശ്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ KPCC യോഗമായപ്പോൾ തിരിച്ചു വന്നു, ഞാൻ വയനാട്ടിലായിരുന്നു എന്ന് പറയുന്നു. വയനാട്ടിലെ യോഗം തുടങ്ങിയത് എന്നാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം എന്തിനാണ് വയനാട്ടിൽ പോകുന്നത്? അവിടെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച പോലെ വയനാട് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഓർക്കുക നല്ലതാണ്, ഇന്ദിരാഭവൻ എന്ന് പറയുന്നത് അങ്ങ് തെക്ക് തിരുവനന്തപുരത്താണ് എന്നുള്ള കാര്യം. അവിടെ രാഹുൽ ഗാന്ധി ജയിച്ചു പോയത് കൊണ്ട് മാത്രമാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വയനാട് അവരുടെ ഒരു ഹബ്ബായി മാറുന്നത്. ഇപ്പോൾ അവിടെ ഇതാണല്ലോ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ചുമതലപ്പെട്ട അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചെടുത്ത ശശി തരൂർ എം പി എന്ന് തന്നെ ഉറപ്പിച്ച് പറയണം. അത് ഇത് ഉറപ്പിച്ച് പറയുന്ന അദ്ദേഹത്തിനൂടെ ഇക്കാര്യം ഒന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. തിരുവനന്തപുരത്തിൻ്റെ എം പി ആണ് എന്ന് ശശി തരൂരിനൊന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് ഇക്കാര്യം പറഞ്ഞത്. അവിടെ ഒന്നും വന്നിട്ടില്ല. ഇത് റെയിൽവേയുമായി ചേർന്നിട്ട് അവരുടെ ഒരു ഏകോപനം അവിടെ ഉണ്ടായിട്ടില്ല. റെയിൽവേയും ഇവിടെ നഗരസഭയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മുടെ VD സതീശൻ മാറി നിൽക്കുകയാണ്. നഗരസഭ ചെയ്ത് തെറ്റായിപ്പോയി. നഗരസഭ ആര്യ രാജേന്ദ്രൻ്റെ കയ്യിൽ ഇരിപ്പ് കൊണ്ടാണ്. ആര്യ രാജേന്ദ്രനാണ് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണ്. അവിടെ രാഷ്ട്രീയം കളിക്കാൻ മാത്രമാണ് VD സതീശനും കൂട്ടരും ശ്രമിച്ചത്. അവിടുത്തെ തിരുവനന്തപുരത്തെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട MP ആ ഭാഗത്ത് കണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പ്രവൃത്തി പറയാനല്ലാതെ എത്ര കോൺഗ്രസ് നേതാക്കൾ അവിടെ എത്തി എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു കോൺഗ്രസ് നേതാവിനെ പോലും അവിടെ കണ്ടില്ല. അതേസമയം ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. റെയിൽവേയുടെ ആ പ്ലാറ്റ്ഫോമിനുള്ളിൽ ട്രെയിൻ വന്ന് നിൽക്കുന്നതിൻ്റെ ആ ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ഈ നടന്ന ആമയിഴഞ്ചാം തോടിൻ്റെ കരയിൽ ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എത്താൻ പറ്റുന്നതെല്ലാം ഈ പറയുന്ന മന്ത്രിമാരെല്ലാം കൂടി ആലോചനകൾ നടത്തിയിരുന്നു എന്നുള്ള വാസ്തവമാണ്. റെയിൽവേയുമായി നിരന്തരം ബന്ധപ്പെട്ടു. ഈ ഒരു പ്രവൃത്തിയെ ഏകോപിപ്പിക്കാൻ ഒരു കേന്ദ്ര ലോക്സഭയിലേക്ക് പോയിരിക്കുന്ന ഒരു MP അവിടെ കണ്ടില്ല. എന്തുകൊണ്ട് കണ്ടില്ല എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിന് വയനാട്ടിൽ പോകാൻ സമയമുണ്ടായിരുന്നു. KPCCയുടെ യോഗങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും തിരുവനന്തപുരത്ത് ഈ ജോയി വീണ് കഴിഞ്ഞപ്പോൾ, ആമയിഴഞ്ചാം തോടിനുള്ളിൽ അകപ്പെട്ടു പോയപ്പോൾ പ്രവർത്തനങ്ങളെ രക്ഷാപ്രവർത്തനത്തെ ഒന്ന് സഹായിക്കാൻ, അല്ലെങ്കിൽ അവിടെ ഒരു പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനായി അദ്ദേഹത്തിന് സമയം തീരെ കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതൊക്കെ തിരുവനന്തപുരത്തുകാർ ഓർത്തു വയ്ക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിലുള്ള ചില ചിന്തകളാണ് തിരുവനന്തപുരത്തുകാർക്ക് ഇനിയും വേണ്ടത്. ഈ കഴിഞ്ഞ ദിവസം മുരളീധരൻ ഇതിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞത്. മുരളീധരൻ വളരെ വസ്തുനിഷ്ഠമായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഒരു കോൺഗ്രസ് നേതാവിനെയോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനെയോ കണ്ടില്ല എന്നുള്ളതാണ്. അതേസമയം നമുക്കറിയാം അവിടെ DYFIയുടെ പ്രവർത്തകരുണ്ടായിരുന്നു. അവരൊക്കെ ആ പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ടെക്നോ പാർക്കിൽ നിന്ന് ഒരു റോബോട്ടിക് സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന മെഷീനറീസ് അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു രാത്രി മുഴുവൻ നമ്മൾ ഉറങ്ങാതെ കാവലിരിക്കുകയായിരുന്നു അവിടെ ജോയിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് പോലും ഈ പറയുന്ന ഒരു പത്രക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ വിളിച്ചു പറയുകയും, ഇവിടെ ആര്യ രാജേന്ദ്രൻ അല്ലെങ്കിൽ നഗരസഭ ആകപ്പാടെ പ്രശ്നത്തിലാണ്, നഗരസഭ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നഗരസഭ ചെയ്തിട്ടില്ല എന്ന് പറയും, സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങളെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്ന് പറയാനും മാത്രമല്ലാതെ അവിടെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെയോ ഏതെങ്കിലും ഒരു പ്രവർത്തകനെയോ ആ ഭാഗത്ത് കണ്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തിലെ വിരോധാഭാസം. അത് വ്യക്തമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുരളീധരൻ. അദ്ദേഹത്തിന് എന്തായാലും ഒരു സല്യൂട്ട് കൊടുക്കണം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നു. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ അത് തുറന്നു പറഞ്ഞതിന് പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമില്ല, താഴേക്കിടയിലുള്ള പ്രവർത്തനം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഇതുപോലെയുള്ള സാധാരണക്കാരകപ്പെടുന്ന പല പ്രശ്നങ്ങളിലേക്കും ചെന്ന് ഇടപെടണം എന്നുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങളാണ്. ആ രീതിയിലൂടെ മാത്രമേ പാർട്ടിയെ ഇനിയും വളർത്തിക്കൊണ്ടുവരാനും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതുകൊണ്ട് നേട്ടം ഉണ്ടാക്കാനും കഴിയും എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു മാർജിൻ വെച്ചിട്ടാണ് പലപ്പോഴും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ അവർ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാകാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ല ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നല്ല ഈ പറയുന്ന ചർച്ചകളൊക്കെ നടന്നുപോയത്. നമുക്ക് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ നേട്ടം ഉണ്ടാക്കാൻ കഴിയും അതിനെക്കുറിച്ചാണ്. മുരളീധരൻ ഞാൻ തോറ്റുപോയപ്പോൾ എന്നെ ആരും സഹായിക്കാൻ വന്നില്ല അല്ലെങ്കിൽ എന്നെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ വന്നില്ല എന്ന് പറയുമ്പോൾ അതിന് മറുചോദ്യം ചോദിക്കുന്നത് ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്ന നേതാവാണ്. ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞ തവണ തോറ്റു കഴിഞ്ഞപ്പോൾ ആരും എന്നെ സാന്ത്വനിപ്പിക്കാൻ വന്നില്ല എന്നുള്ള എന്ത് രസകരമായ ചോദ്യമാണ് എന്ന് ആലോചിച്ച് നോക്കുക. ഇത്ര അപഹസിക്കപ്പെട്ട കുറെ നേതാക്കന്മാരുടെ പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു.
ഫേസ്ബുക്കിൽ മാത്രം പോസ്റ്റ് ഇട്ട് കളിക്കുന്ന ഒരു MBA ആണോ നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് ആവശ്യം? തിരുവനന്തപുരത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എയിംസിന് വേണ്ടി കാലാകാലങ്ങളായി നമ്മളവിടെ കിടന്ന് മുറവിളി കൂട്ടുന്നില്ലേ? എന്നിട്ട് എന്തായി? തിരുവനന്തപുരത്തുകാർക്ക് എയിംസ് ഇപ്പോഴും കിട്ടാക്കനിയായി അവശേഷിക്കുകയല്ലേ? റെയിൽവേയുടെ വികസനം എത്രത്തോളം എത്തി എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെ, നേമത്ത് സ്ഥലം അക്വയറിയിട്ടെങ്കിലും അതിപ്പം നാഗണ്ട കഞ്ഞിയായി എന്ന് പഴമക്കാർ പറയുന്ന പോലെയാണ്. കൊച്ചുവേളി എത്രത്തോളം വികസനം എത്തി വന്നിട്ടുണ്ട്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്ത് നടപടിയാണ് ഒരു MP എന്നുള്ള നിലയിൽ നിന്നൊരു ശശി തരൂർ സ്വീകരിച്ചിട്ടുള്ളത്? അപ്പോൾ നമ്മൾ വികസനത്തെക്കുറിച്ചും ശശി തരൂർ MBയെ വാഴ്ത്തിപ്പാടുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഒരു പക്ഷേ വിഴിഞ്ഞത്ത് ഉമ്മൻചാണ്ടിയുടെ പങ്കിനെ കുറിച്ച് പറയുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ കുറെ പുസ്തകങ്ങൾ എഴുതുമായിരിക്കും. പക്ഷെ ജനങ്ങളെ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം എന്തിനു വേണ്ടിയായിരുന്നു മലബാർ പര്യടനം നടത്തിയത്? കോൺഗ്രസിൽ ശക്തമായ ഒരു വേരോട്ടം തനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ, മലബാർ മേഖലകളിൽ ഒരു വേരോട്ടം ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ മലബാർ പര്യടനം നടത്തിയത്. ഒട്ടുമിക്ക നേതാക്കളെയും മത നേതാക്കളെയും സാഹിത്യകാരന്മാരെയും എല്ലാം പോയി അദ്ദേഹം കാണുകയും ചെയ്തിരുന്നു. MK രാഘവൻ അടക്കമുള്ളവർ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഗദ്ഗത കണ്ഠനായിട്ടാണ് പലപ്പോഴും വികാരഭരിതനായി പ്രസംഗിച്ചത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയാൻ വൈകി പോകുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തുകാർ പ്രത്യേകിച്ച് തിരിച്ചറിയാൻ വൈകുന്നുണ്ട്. നമുക്ക് വേണ്ടത് നമ്മളെ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിവുള്ള ഒരു നേതാവിനെയാണ്, തങ്ങളുടെ പ്രശ്നങ്ങളിൽ കാര്യമായി ഇടപെടാൻ കഴിയുന്ന ഒരു നേതാവിനെയാണ് ആവശ്യം. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ആ പ്രശ്നത്തെക്കുറിച്ച് ഒരു ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ എക്സിലോ 2 വരി കുറിക്കുകയും ഒടുവിൽ ആ പ്രശ്നത്തിൽ വേറെ ആരെങ്കിലുമൊക്കെ ഇടപെട്ട്, അല്ലെങ്കിൽ അവിടെ അതോറിറ്റീസ് ഇടപെട്ടിട്ട് അതിനെ കാര്യങ്ങളിലെല്ലാം ഒരു പരിഹാരം കണ്ടു കഴിയുമ്പോൾ അതിനെ പ്രകീർത്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഖേദം രേഖപ്പെടുത്തിക്കൊണ്ടോ 2 വരി ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുന്ന ഒരു MB അല്ല ആവശ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. തിരുവനന്തപുരത്തെ MBയും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു ട്വിറ്ററിൽ എഴുതുന്നതുകൊണ്ടോ ഫേസ്ബുക്കിൽ 4 വരി കുറിക്കുന്നത് കൊണ്ടോ ഒതുങ്ങുന്നതല്ല ഒരു MB എന്ന് പറയുന്ന പദവി. താങ്കൾ ആലോചിക്കണം, താങ്കളാണ് MP, മെമ്പർ ഓഫ് പാർലമെന്റ്. അത് തിരിച്ചറിയാനുള്ള ശേഷി എപ്പോഴാണാവോ നമ്മുടെ ഈ ശശി തരൂരിന് ഉണ്ടാകുന്നത്? അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ നമ്മളെല്ലാവരും വളരെ സന്തോഷവാന്മാരായിരിക്കും.